Hi all, welcome to another section of discrete mathematics. നമ്മളൊരു കഴിഞ്ഞൊരു സെക്ഷനിൽ കൂടെ ഒരു ആർഗ്യുമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആർഗ്യുമെന്റ് വാലിഡിറ്റി എങ്ങനെ ചെക്ക് ചെയ്യണമെന്നാണ് കണ്ടത്. അപ്പൊ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്, അതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. ഇതാണ് ആർഗ്യുമെന്റ്. ഈ ആർഗ്യുമെന്റ് വാലിഡ് ആണോ, ആർഗ്യുമെന്റ് വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രൂത്ത് ടേബിൾ മെക്കാനിസം ഉണ്ട്. ട്രൂത്ത് ടേബിൾ മെക്കാനിസത്തിന്റെ ഉള്ളിൽ H1 ഏതൊക്കെ ഹൈപ്പോത്തിസിസ് ഉണ്ട്, അതിന്റെയൊക്കെ കൺജക്ഷൻ, ഇംപ്ലൈസ്, കൺക്ലൂഷൻ, ടോട്ടോളജി ആയിരിക്കണം. അതാണ് ട്രൂത്ത് ടേബിൾ മെക്കാനിസം. അല്ലാണ്ട് വേറെ മെക്കാനിസം ഉണ്ട് ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇൻഫറൻസ് റൂൾസിൽ നമ്മൾ പല ടൈപ്പ് ഇൻഫറൻസ് റൂൾസ് കണ്ടു. അതിൽ സിംപ്ലിഫിക്കേഷൻ, മോഡസ് പോളൻസ്, മോഡസ് ടോളൻസ്, ഹൈപ്പോത്തറ്റിക് സിലോജിസം, അങ്ങനെ പല ഇൻഫറൻസ് റൂൾസുകളും ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ കൂടെ നമ്മൾ തന്നിരിക്കുന്ന പ്രൊമൈസസുകൾ കുറെ ഇൻഫറൻസ് റൂൾസും ലോസും അപ്ലൈ ചെയ്തിട്ട് കൺക്ലൂഷനിലേക്ക് എത്തും. അതാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അങ്ങനെ കൺക്ലൂഷനിലേക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റ് വാലിഡ് ആണെന്ന് പറയാം. ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഇൻഫറൻസ് റൂൾസ് തന്നെ യൂസ് ചെയ്തിട്ട് അത് നമുക്ക് ഡയറക്റ്റ് രീതിയിൽ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തണ മെത്തേഡ് അല്ല, ഇവിടെ യൂസ് ചെയ്ത് കണ്ടീഷണൽ പ്രൂഫ് അല്ലെങ്കിൽ CP റൂൾ എന്ന് പറയും. കണ്ടീഷണൽ പ്രൂഫ് അല്ലെങ്കിൽ CP റൂൾ. ഇതിന് നമുക്ക് ഡിഡക്ഷൻ തിയറം എന്ന് പറയും. കണ്ടീഷണൽ പ്രൂഫിനെ ഡിഡക്ഷൻ തിയറം എന്നും പറയും. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ ഹൈപ്പോത്തസിസ് ഉണ്ട്, കുറെ കൺക്ലൂഷൻ ഉണ്ട്. ഈ കൺക്ലൂഷൻ എപ്പോഴും P implies Q അങ്ങനെ ഒരു ഫോർമുല ആയിരിക്കണം. നമുക്ക് കൺക്ലൂഷൻ ചിലപ്പോ വെറും R ആയിരിക്കാം, S ആവും, അല്ലെങ്കിൽ നെഗേഷൻ R or S ആവും, അങ്ങനെ പല രീതിയിൽ കൺക്ലൂഷൻ ആവും. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും P implies Q ഫോർമുല ആയിരിക്കണം. Rule CP is used in the cases where the conclusion is of the form P implies Q. ആ ഫോമിൽ ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷണൽ പ്രൂഫ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ ഒരു കേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് വി ക്യാൻ ഡിറൈവ് എ ഫോർമുല Q, അതായത് Q, ഈ P implies Qയിലെ നമ്മുടെ കൺക്ലൂഷൻ P implies Qയിലെ Q ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രം P ആൻഡ് സെറ്റ് ഓഫ് പ്രിമൈസസ്. അതായത് നമ്മൾ നോർമലി ഡയറക്റ്റ് മെത്തേഡിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ഈ ഹൈപ്പോത്തിസിസുകളിൽ നിന്ന് കൺക്ലൂഷൻ എത്താനാണ് നോക്കിയത്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ഹൈപ്പോത്തിസിസ് തന്നിട്ടുണ്ടാവും, H1, H2 ഇങ്ങനെ ഹൈപ്പോത്തിസിസുകൾ ഉണ്ട്. ഈ ഹൈപ്പോത്തിസിസ് പ്ലസ് കൺക്ലൂഷനിൽ ഈ Pയും യൂസ് ചെയ്തിട്ട് Qയിലേക്ക് എത്തണം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് Qയിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് വാലിഡ് ആണ്. അതായത് then we can derive P implies Q from the set of premises alone. അതായത് ഇത് വാലിഡ് ആണെന്ന് പറയാൻ പറ്റും. ഈ ഡിഡക്ഷൻ മെത്തേഡ്, ഡിഡക്ഷൻ തിയറി അല്ലെങ്കിൽ കണ്ടീഷണൽ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് കേസുകൾ എല്ലാ കേസിലും പറ്റില്ല. അവിടെ കൺക്ലൂഷൻ P implies Q ഫോർമാറ്റിലായിരിക്കണം. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന പ്രിമൈസസിന്റെ കൂടി കൺക്ലൂഷനിലെ P അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ Qയിലേക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണെന്ന് പറയാം. നമുക്ക് രണ്ട് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ 3 ഹൈപ്പോത്തിസിസുകൾ ഉണ്ട്. ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് P implies Q implies S. സെക്കൻഡ് വൺ നെഗേഷൻ R or P. തേർഡ് വൺ Q. ഇവിടെ കൺക്ലൂഷൻ എന്നത് R implies S ആണ്. ഇത് P implies Q ഫോർമാറ്റിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ CP റൂൾ അപ്ലൈ ചെയ്യാം. ഇതിനുള്ള ഏതൊക്കെയാണ് ഹൈപ്പോത്തിസിസുകൾ ഒന്ന് ഫസ്റ്റ് നമുക്കിത് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനെന്ത് പേര് കൊടുക്കാം. ഫസ്റ്റ് P implies Q implies S എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് 1 ആണ്. നെഗേഷൻ R or P, നെഗേഷൻ R or P എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് 2, Q എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് 3. ഇതാണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. നമ്മൾ സ്റ്റെപ്പ് 1ന്റെ ഉള്ളിൽ അത് നമുക്ക് ഏത് ഹൈപ്പോത്തിസിസ് സ്റ്റാർട്ടിങ് എഴുതാനും പ്രശ്നമില്ല. ഇങ്ങനെ തന്നെ ഇത് തന്നെ ആദ്യം എഴുതുന്ന ഒരു നിർബന്ധമില്ല. H1 തന്നെ ആദ്യം എഴുതുന്ന ഒരു നിർബന്ധമില്ല. ഞാൻ ആദ്യം തന്നെ നെഗേഷൻ R or P ഫസ്റ്റ് എഴുതി. റീസൺ ഇത് ഹൈപ്പോത്തിസിസ് 1 ആണ്. നെക്സ്റ്റ് ഇനി
ഇതിന്റെ ഉള്ളിൽ നമ്മളിപ്പോ CP റൂളിൽ പറയുന്നത് കൺക്ലൂഷനിലെ ഈ ഒരു പാർട്ട് നമ്മൾ പ്രിമൈസസ് ആയിട്ട് ഇതിന്റെ കൂടെ യൂസ് ചെയ്യും. ഇപ്പൊ ആർ അസ്യൂംഡ് പ്രിമൈസ് ഫ്രം കൺക്ലൂഷൻ, അസ്യൂംഡ് പ്രിമൈസ് ഫ്രം കൺക്ലൂഷൻ. ഇതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻ P+Q ഫോർമാറ്റിലാണെങ്കിൽ അതിൽ ഈ പാർട്ട് നമ്മൾ എടുക്കും. ഇനി നെഗേഷൻ ആർ ഓർ പിയും ആർ എന്ന് പറയുന്നത് പി ആണ്. ഡിസ്ജക്റ്റീവ് സിലോജിസം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. ഡിസ്ജക്റ്റീവ് സിലോജിസം പറയുന്നത് പിയും നെഗേഷൻ പി ഓർ ക്യൂ ആണെങ്കിൽ എന്ന് പറയുന്നത് ക്യൂ ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ ഡിസ്ജക്റ്റീവ് സിലോജിസം. ഏതൊക്കെ യൂസ് ചെയ്തിട്ടാ? 1ഉം 2 പി കിട്ടി. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഹൈപ്പോത്തസിസ് എടുത്തിരുന്നു. അതായത് P implies Q implies S. ഹൈപ്പോത്തസിസ് ഇത് ഹൈപ്പോത്തസിസ് 2 ആയിരുന്നു, ഹൈപ്പോത്തസിസ് 1. ഇനി നോക്കുകയാണെങ്കിൽ മോഡസ് പോണൻസ് അപ്ലൈ ചെയ്തിട്ട് ഇത് ഒരു സെറ്റ് ആയിട്ട് എടുത്തു. മോഡസ് പോണൻസ് എന്നത് പിയും P implies Q. ഇത് മൊത്തത്തില് ഞാനിപ്പോ ഒരു ആറ് ചോദിച്ചില്ല എക്സ് എന്ന് കൊടുത്തു. പിയും P implies X. അങ്ങനെയാണെങ്കിൽ എക്സ് എന്നായിരിക്കും ഉണ്ടാവുക. ഇത് മൊത്തത്തിൽ ഈ ബ്രാക്കറ്റ് മൊത്തത്തിൽ ഞാൻ എക്സ് എന്ന് കൊടുത്തു. പിയും P implies X. മോഡസ് പോണൻസ് യൂസ് ചെയ്തിട്ട് എന്ന് പറയുന്നത് Q implies S ആണ്. മോഡസ് പോണൻസ് ഏതൊക്കെ യൂസ് ചെയ്യും? 3ഉം 4. 3 and 4. നെക്സ്റ്റ് അടുത്ത ഹൈപ്പോത്തസിസ് ചെയ്താൽ Q എഴുതാം. അതെന്ന് പറയുന്നത് H3. ഇനി Q implies S Qവും വീണ്ടും മോഡസ് പോണൻസ് യൂസ് ചെയ്തിട്ട് S. മോഡസ് പോണൻസ് ഏതൊക്കെ യൂസ്? 5ഉം 6 യൂസ് ചെയ്തിട്ട് 5ഉം and 6. നമുക്കിവിടെ SCക്ക് ഡിറൈവ് ചെയ്തെടുത്തു. അതായത് CP റൂളിൽ പറയുന്നത്, കണ്ടീഷണൽ പ്രൂഫിന്റെ ഉള്ളിൽ പറയുന്നത് നമ്മുടെ കൺക്ലൂഷൻ P+Q ഫോർമാറ്റിലാണെങ്കിൽ അതിൽ പിയും കൂടി പ്രിമൈസസിന്റെ കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എസിലേക്ക് എത്തിയിടാം, ക്യൂലേക്ക് എത്തിയിടാം. അങ്ങനെയാണെങ്കിൽ ഇത് വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ CP റൂള് വെച്ചിട്ട് നമുക്കിത് പറയാം. ദിസ് ഈസ് എ വാലിഡ് സ്റ്റേറ്റ്മെന്റ്. ഇത് നമുക്ക് പറയാൻ പറ്റും. ദിസ് ഈസ് എ വാലിഡ് സ്റ്റേറ്റ്മെന്റ്. 8th സ്റ്റെപ്പിൽ എഴുതാൻ വേണമെങ്കിൽ R implies S by CP rule. CP റൂൾ യൂസ് ചെയ്തിട്ട് ഇത് R implies S ആണ്. എസിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ ഇത് R implies S ആയിരിക്കും. അതാണ് CP മെക്കാനിസം. ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിറൈവ് ദ ഫോളോയിങ് യൂസിങ് ദ CP റൂൾ. CP റൂൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഇവിടെ കുറച്ച് പ്രിമൈസസുകളും കൺക്ലൂഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രിമൈസുകൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നെഗേഷൻ P or Q, നെഗേഷൻ Q or R, R implies S. ഇത് ബ്രാക്കറ്റിലെ implies P implies S. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ തരാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ കോമിട്ട് വന്നേക്കുന്നത് നമ്മുടെ പ്രിമൈസസുകൾ, മറ്റേതാണ് നമ്മുടെ കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതിന് H1 ഓർത്തു. നെഗേഷൻ P or Q ന് H1, ഇത് H2, ഇത് H3. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ P implies S, അങ്ങനെ ഒരു ഫോർമാറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ P എന്ന് പറയാൻ നിൽക്കുന്നത് നമ്മൾ പ്രിമൈസസിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് എസിലേക്ക് എത്താൻ വേണ്ടി നോക്കാം. അങ്ങനെ നമുക്ക് എത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് വാലിഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെഗേഷൻ P or Q സ്റ്റാർട്ട് ചെയ്യും. നെഗേഷൻ P or Q, നെഗേഷൻ P or Q ഫസ്റ്റ് ഹൈപ്പോത്തസിസ്. ഇനി നമുക്ക് സെക്കൻഡ് ഹൈപ്പോത്തസിസ് വേണമെങ്കിൽ എഴുതാം, എങ്ങനെ വേണമെങ്കിൽ എഴുതിയാലും പ്രശ്നമില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് ഇവിടെ നെഗേഷൻ P or Q, അതുപോലെ തന്നെ P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. P നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ P ഇവിടെ യൂസ് ചെയ്യുമ്പോൾ എന്താ കിട്ടാം? ഇവിടെ നെഗേഷൻ P or Q, P എന്ന് പറയുന്നത് അസ്യൂംഡ് പ്രിമൈസ്, നമ്മൾ ഇവിടെ നിന്ന് എടുത്ത വാല്യൂ, കൺക്ലൂഷൻ എടുത്ത അസ്യൂംഡ് പ്രിമൈസ് ഫ്രം കൺക്ലൂഷൻ എടുത്ത പ്രിമൈസ്. ഇനി നെഗേഷൻ P or Q യും Pയും നമ്മൾ ഡിസ്ജങ്ക്റ്റീവ് സിലോജിസിലും പറയുന്നത് നെഗേഷൻ Pയും അതുപോലെ P or Q വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Q ആയിരിക്കും. അപ്പൊ ഇവിടെ
നെഗേഷൻ പിയും പി ഓർ ക്യൂ ആണ്. അപ്പൊ ഈ സെയിം എഫക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നെഗേഷൻ പിയും പി ഓർ ക്യൂ ആണ്. അതിന് പറയും ഇവിടെ പിയും നെഗേഷൻ പി ഓർ ക്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക ക്യൂ ആയിരിക്കും കിട്ടുക. ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം യൂസ് ചെയ്തിട്ട് ക്യൂ കിട്ടും. ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം ഏതൊക്കെ യൂസ് ചെയ്തിട്ട്? 1 ഉം 2 യൂസ് ചെയ്തിട്ട്. ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം 1 and 2. നെക്സ്റ്റ് നമുക്ക് നെഗേഷൻ ക്യൂ ഓർ ആർ. നെഗേഷൻ ക്യൂ ഓർ ആർ ഹൈപ്പോതെസിസ് 2. സെയിം മെക്കാനിസം നമ്മൾ ഇപ്പൊ തന്നെ യൂസ് ചെയ്ത് പിയും നെഗേഷൻ പി ഓർ ക്യൂ ആണെങ്കിൽ ക്യൂ കിട്ടി. അതുപോലെ നെഗേഷൻ ക്യൂ ഓർ ആറും ക്യൂ ആണെങ്കിൽ ആർ കിട്ടും എന്ന് പറയുന്നത് ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം. ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം 3 ഉം 4 യൂസ് ചെയ്തിട്ട്. 3 and 4. 3 and 4. ഇനി ബാക്കി നമ്മളിപ്പോ നെഗേഷൻ പി ഓർ ക്യൂ യൂസ് ചെയ്തിട്ട് H2 യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്ത് R implies S ആണ്. R implies S H3 ആണ്. ഇപ്പൊ R ഉം R implies S ആണെങ്കിൽ S ആണ്. മോഡസ് പോണൻസ്. മോഡസ് പോണൻസിന് ഇത് കിട്ടി. അപ്പൊ കൺക്ലൂഷന്റെ ഈ പാർട്ട് നമുക്ക് കിട്ടി. പി യൂസ് ചെയ്തിട്ട് ഈ പാർട്ട് കിട്ടി. സി പി റൂൾ യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും പി ഇംപ്ലൈസ് എസ്. സി പി റൂള് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത് വാലിഡ് ആയിരിക്കും. അതായത് ഇതിൽ നിന്നാണെങ്കിൽ ഇതിൽ നിന്ന് ഇറ്റ് സെൽഫ് പി ഇംപ്ലൈസ് എസിലേക്ക് നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. സി പി റൂൾ അനുസരിച്ചിട്ട് പി ഇംപ്ലൈസ് എസിലേക്ക് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതാണ് സി പി റൂള്. കണ്ടീഷണൽ പ്രൂഫാണ്. അതായത് കൺക്ലൂഷൻ, ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ ഫോർമാറ്റിലാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിയും കൂടി പ്രിമൈസസിന് കൂടെ ആഡ് ചെയ്തിട്ട് ക്യൂവിലേക്ക് എത്താൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ഇതിൽ എത്തും. അതാണ് പറയുന്നത്. പ്രിമൈസസ് മാത്രം യൂസ് ചെയ്തിട്ട് പി ഇംപ്ലൈസ് ക്യൂവിലേക്ക് എത്തും. അതാണ് സി പി റൂൾ. ഇത് ഇൻഫറൻസ് റൂൾ യൂസ് ചെയ്തിട്ട് ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, താങ്ക് യു.